നമുക്ക് ക്യൂട്ട് ലിറ്റിൽ കൃഷ്ണ ഡ്രോയിങ് ചെയ്താലോ? ഫാബർ കാസ്റ്റലിന്റെ കളർ പെൻസിലാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. വീഡിയോ കുറച്ച് സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ബ്ലൂ കളർ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഫേസ് ഒക്കെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഹെയർ ഷെയ്ഡ് ചെയ്യാൻ ബ്ലാക്ക് കളറും ബ്രൗൺ കളറും ഡാർക്ക് ബ്രൗണും ഒക്കെ വെച്ച് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ബോഡി നമുക്ക് ബ്ലൂ കളർ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ബ്ലൂ കളർ മാത്രമല്ല, ഡാർക്ക് ബ്ലൂവും വയലറ്റൊക്കെ ഞാൻ കൈമ മാത്രമാണ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ബോഡിയിൽ ഫുള്ളും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ കൂടുതലും ഷെയ്ഡായി യൂസ് ചെയ്യുന്നത്. ഡ്രസ്സിന് ഇത്രയും കളേഴ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. യെല്ലോ കളർ ഷെയ്ഡ് ചെയ്ത്, ഓറഞ്ച് കളർ ഷെയ്ഡ് ചെയ്ത്, സ്മജ് ചെയ്യുന്നുണ്ട്. റെഡും ഡാർക്ക് ഓറഞ്ചും വെച്ചും ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഷെയ്ഡ് ചെയ്താൽ ഞാൻ ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഓടക്കുള്ളിലും നമുക്ക് യെല്ലോ കളർ ഷെയ്ഡ് ചെയ്യണം കേട്ടോ. സ്മജ് ചെയ്യുമ്പോൾ നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. നമുക്കിനി ആ പോട്ടൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കണം. ബ്ലാക്ക് വെച്ച് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ബട്ടർ പോട്ടാണ് കേട്ടോ തൊട്ടടുത്തിരിക്കുന്നത്. ഒരു റിലാക്സ്ഡ് പോസിലാണ് നമ്മുടെ കുഞ്ഞു കൃഷ്ണൻ അവിടെ ഇരിക്കുന്നത്. ബട്ടർ പോട്ടൊക്കെ നമുക്ക് ഒരു ബ്രൗൺ കളർ പെൻസിൽ വെച്ച് കളർ ചെയ്യാം. നല്ലപോലെ ഷെയ്ഡ് ചെയ്യണം. ബട്ടർ നമുക്കൊരു യെല്ലോ കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. ബ്ലാക്ക് കളർ വെച്ചിട്ടും കൂടി ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ പോട്ട്. യെല്ലോ കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ കളർ വെച്ച് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പീക്കോക്ക് കളറാണ് കേട്ടോ. പീക്കോക്ക് കളർ നമുക്ക് കളർ അടിക്കുമ്പോൾ ബ്ലൂ കളറായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഗ്രീനും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പീക്കോക്ക് കളറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐലാഷും ഐയും ഒക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യണം. ഇനിയുള്ള ഡീറ്റെയിലിംഗ് പ്രോസസ്സാണ് കേട്ടോ. അത് നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഡീറ്റെയിലിംഗ് ചെയ്യാൻ ഇതൊരു വൈറ്റ് ജെൽ പെന്നാണ്, പക്ഷേ മഷിയില്ല. ഞാനിവിടെ പെയിൻ്റാണ് പെന്നുമ്മ മുക്കിയിട്ട് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഒരു വൈറ്റ് പെയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പെൻ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു പോയിൻ്റൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. ആ മുത്തൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ സഹായിക്കും കേട്ടോ. ഇനി മൈപ്പിൽ ചെയ്യാനായിട്ട് നമുക്ക് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും വെച്ച് ചെയ്യണം, യെല്ലോയും ഓറഞ്ചും വെച്ച് ചെയ്യണം, ഗ്രീനും ഡാർക്ക് ഗ്രീനും വെച്ച് നമുക്ക് മൈപ്പിൽ ചെയ്താൽ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. ലാസ്റ്റ് ഡീറ്റെയിൽ പ്രോസസ്സാണ് കേട്ടോ ഈ ഐയിൽ ഞാൻ കൊടുക്കുന്ന. കൃഷ്ണമണിയിൽ നമുക്ക് കൂടി ഒന്ന് ഹൈലൈറ്റ് കൊടുത്താൽ ഫിനിഷ്. എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.